ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിന ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥയാത്ര വീക്ഷിച്ച് രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ. നീറ്റ് യുജി പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കശ്മീരിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. രോഹിത് ശർമ്മ 2025 വരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI. ഇന്ത്യയ്ക്കെതിരായ പുരുഷ T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 235 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥയാത്ര രാഷ്ട്രപതി വീക്ഷിച്ചു. നാളെ ഭുവനേശ്വറിലെ ചരിത്രപ്രസിദ്ധമായ ഉദയഗിരി ഖണ്ഡ്ഗിരി ഗുഹകൾ രാഷ്ട്രപതി സന്ദർശിക്കും. ബിഭൂതി കനുങ്കോ കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, ഉത്കൽ സാംസ്കാരിക സർവകലാശാല എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമായും ശ്രീമതി മുർമു സംവദിക്കും. ഭുവനേശ്വറിനു സമീപം ബ്രഹ്മകുമാരീസിന്റെ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിക്കും. ചൊവ്വാഴ്ച ഭുവനേശ്വറിലെ ശാസ്ത്ര വിദ്യാഭ്യാസ ഗവേഷണ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 13ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഡൽഹിക്ക് മടങ്ങി. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. തുടർന്ന് കൊല്ലത്തെത്തിയ അദ്ദേഹം കുടുംബത്തോടൊപ്പം അഷ്ടമുടി കായലിൽ ബോട്ട് യാത്രയും നടത്തിയാണ് മടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനം നാളെ മുതൽ. 3 ദിവസം നീളുന്ന സന്ദർശനത്തിൽ റഷ്യ ഓസ്ട്രിയൻ പ്രസിഡന്റുമാരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. മോസ്കോ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയാകും. തുടർന്ന് ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലനുമായും ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹ്മറുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നുമുള്ള വ്യാവസായിക പ്രമുഖരെ പ്രധാനമന്ത്രിയും ചാൻസലറും അഭിസംബോധന ചെയ്യും. 41 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഓസ്ട്രിയൻ സന്ദർശനമാണിത്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വർഷത്തിൽ ശ്രീ മോദിയുടെ സന്ദർശനം സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർ എക്സിൽ കുറിച്ചു. ചാൻസലർക്ക് നന്ദി അറിയിച്ച ശ്രീ മോദി ബന്ധങ്ങൾ കരുത്തുറ്റതാക്കാൻ സഹകരണത്തിന്റെ പുതുവഴികൾ സംബന്ധിച്ച ചർച്ചകൾക്കായി കാത്തിരിക്കുന്നതായി പ്രതികരിച്ചു. നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള സന്ദർശനത്തിനിടയിൽ മോസ്കോയിലും വിയന്നയിലുമുള്ള ഇന്ത്യൻ സമൂഹവുമായും ശ്രീ മോദി സംവദിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹ മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജിയുമായി ബന്ധപ്പെട്ട് പുതിയ പരീക്ഷ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പാർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് 26 ഹർജികളിൽ വാദം കേൾക്കും. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ നീറ്റ് യുജി 2024 വീണ്ടും നടത്തേണ്ട ആവശ്യമില്ലെന്നും പുതിയ പരീക്ഷ ലക്ഷക്കണക്കിന് യഥാർത്ഥ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഫ്രിസൽ ചിനിഗാം മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികർ വീരമൃത്യു വരിച്ചു. പ്രദേശങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാസേന 5 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ടിഫിൻ ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു. ദേശീയ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛതാ പക്വാഡ പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായി. ഇന്ത്യൻ ഓയിലിന്റെ നേതൃത്വത്തിലുള്ള പരിപാടി കൊല്ലം NCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പരിവർത്തന സ്വാധീനത്തെക്കുറിച്ചും ഹരിത പരിസ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേന്ദ്ര സഹമന്ത്രി വിശദീകരിച്ചു.
കേരളത്തിലെ എണ്ണ വ്യവസായ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആഷാഢി ബീജ് ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗുജറാത്തിലെ കച്ചിലെ പുതുവർഷമാണ് ആഷാഢി ബീജ്. NDA സർക്കാരിനെ ജനങ്ങൾ മൂന്നാം തവണയും വിജയിപ്പിച്ചതിനു കാരണം കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ BJP എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂന്നാം ഊഴത്തിൽ 3 ഇരട്ടി വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയിലെ ഭരണപരിഷ്കരണ പരാതി പരിഹാര വകുപ്പിലെ 5 അംഗ പ്രതിനിധി സംഘത്തിന്റെ 3 ദിവസത്തെ കൊളംബോ സന്ദർശനത്തിന് നാളെ തുടക്കം. മികച്ച ഭരണ നിർവഹണത്തിനായുള്ള ദേശീയ കേന്ദ്രത്തിന്റെ സെക്രട്ടറി വി ശ്രീനിവാസാണ് സംഘത്തെ നയിക്കുന്നത്. ശ്രീലങ്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി സംബന്ധിച്ച ചർച്ചകളും ധാരണാപത്രം ഒപ്പുവയ്ക്കലും സന്ദർശനത്തിന്റെ ഭാഗമാണ്. തമിഴ്നാട്ടിൽ BSP സംസ്ഥാന പ്രസിഡന്റ് K. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BSP അധ്യക്ഷ മായാവതി. ചെന്നൈയിൽ ആംസ്ട്രോങ്ങിന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മായാവതി. കൊലപാതകത്തിൽ സത്യസന്ധമായ അന്വേഷണമാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെന്ന് അവർ വ്യക്തമാക്കി. ഗുജറാത്തിലെ സൂറത്തിൽ വ്യാവസായിക മേഖലയിൽ 6 നില കെട്ടിടം ഇടിഞ്ഞ് 7 മരണം. പ്രദേശത്ത് NDRF, SDRF സംഘങ്ങൾ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മരിച്ചവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഝാർഖണ്ഡിലെ ദേവ്ഘർ ജില്ലയിൽ 2 നില മന്ദിരം തകർന്ന് 2 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 6ഓടെയാണ് അപകടം. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതുവരെ 7 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയ്ക്ക് 2ാം T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മ 2025 വരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ രോഹിത് നയിക്കുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞു. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ 2 ടൂർണമെന്റിലും ഇന്ത്യ ട്രോഫി നേടുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിംബാബ്വേക്കെതിരായ 2ാം പുരുഷ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റിന് 234 റൺസ് നേടി. ഇന്ത്യയ്ക്കായി അഭിഷേക് ശർമ്മ 47 പന്തിൽ 100 റൺസ് നേടി പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 16 ഓവറിൽ 7 വിക്കറ്റിന് 115 റൺസ് എന്ന നിലയിലാണ്. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിനയച്ചു. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. മലേഷ്യയിൽ നടക്കുന്ന ഏഷ്യൻ ഡബിൾസ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം അഭയ് സിംഗിന് പുരുഷ ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും കിരീടം. പുരുഷ ഡബിൾസിൽ വെലവൻ സെന്തിൽ കുമാറിനൊപ്പമാണ് അഭയ് കിരീടം ചൂടിയത്. മിക്സഡ് ഡബിൾസിൽ ജോഷ്ന ചിന്നപ്പയ്ക്കൊപ്പമായിരുന്നു കിരീടനേട്ടം. ഇന്ത്യൻ താരം ധ്രുവ് സിത്വാലയ്ക്ക് ബില്യാർഡ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ പങ്കജ് അഡ്വാനിയെ 5-2 പരാജയപ്പെടുത്തിയാണ് സിത്വാല കിരീടം സ്വന്തമാക്കിയത്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ യൂറുഗ്വേയും കൊളംബിയയും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ബ്രസീലിനെ തോൽപ്പിച്ചാണ് യൂറുഗ്വേ സെമിയിൽ എത്തിയത്. പാനമയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്താണ് കൊളംബിയയുടെ സെമി പ്രവേശം. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീനയും കാനഡയും ഏറ്റുമുട്ടും. കൊളംബിയ യൂറുഗ്വേ സെമി പോരാട്ടം വ്യാഴാഴ്ചയാണ്. ഹോളിവുഡ് നിർമ്മാതാവ് ജോൺ ലാൻഡൌ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു. സംവിധായകൻ ജെയിംസ് കാമറൂണിനൊപ്പമാണ് അദ്ദേഹം 2 ചിത്രങ്ങളും നിർമ്മിച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 4 ദിന ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥയാത്ര വീക്ഷിച്ച് രാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ, ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ. നീറ്റ് UG പരീക്ഷ വീണ്ടും നടത്തണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കശ്മീരിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 6 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. രോഹിത് ശർമ്മ 2025 വരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI. ഇന്ത്യയ്ക്കെതിരായ പുരുഷ T20 മത്സരത്തിൽ സിംബാബ്വേക്ക് 235 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.